Hello everyone. Today we are going to discuss about the second type of chemical reaction known as decomposition reaction. അപ്പോൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനിലെ രണ്ടാമത്തെ ടൈപ്പാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഒരു സിംഗിൾ റിയാക്ടൻ്റ് ഡീകമ്പോസ് ചെയ്യുക, അതായത് ബ്രേക്സ് ഡൗൺ ആയിട്ട് സിംപ്ലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും. അത് എത്ര പ്രൊഡക്റ്റിൻ്റെ എണ്ണം എത്ര ആയിക്കോട്ടെ, പക്ഷേ മിനിമം 2 പ്രൊഡക്റ്റെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. കാരണം ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ആണ് ബ്രേക്ക് ഡൗൺ ആവാൻ പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദ കറക്റ്റ് ഡെഫിനേഷൻ ഈസ് വെൻ എ സിംഗിൾ റിയാക്റ്റൻ്റ് ബ്രേക്സ് ഡൗൺ ടു ഗിവ് സിംപ്ലർ പ്രൊഡക്ട്സ് ഈസ് നോൺ ആസ് ഡീകമ്പോസിഷൻ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു ഡീകമ്പോസിഷൻ കെമിക്കൽ റിയാക്ഷനിൽ ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ബ്രേക്സ് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രേക്സ് ഡൗൺ ആയിട്ട് സിംപ്ലർ പ്രൊഡക്ട്സ് ഉണ്ടാവുക. അത് 2-ലധികം ആവാം, അല്ലെങ്കിൽ 3, 4, 5 ഒക്കെ ആവാം. അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ റിയാക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ തന്ന എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഓൾറെഡി ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കാൽഷ്യം കാർബണേറ്റ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് ലൈം സ്റ്റോൺ. സോ വെൻ കാൽഷ്യം കാർബണേറ്റ് അണ്ടർഗോ ഡീകമ്പോസിഷൻ യു വിൽ ഗെറ്റ് ക്യുക്ക് ലൈം ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്യുക്ക് ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് ആണ്, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് ആണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ് ആണ്. പിന്നെ നിങ്ങൾ നോക്കും, ഞാൻ ഈ ഏരോ മാർക്കിന് തൊട്ട് മുകളിൽ ഹീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ ഹീറ്റ് നമുക്ക് ഡെൽറ്റ എന്നുള്ള സിമ്പിൾ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടും ഹീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അന്ന് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഞാൻ ഡെൽറ്റ എന്നുള്ള സിമ്പിളായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനാണ്. അതുകൊണ്ട് ഈ റിയാക്ഷൻ്റെ പേരാണ് എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷൻ. സോ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് chemical reaction after combination reaction. Now we have decomposition reaction. ഞാൻ ഒരു തവണ കൂടി ഡെഫിനേഷൻ പറഞ്ഞു തരാം. when a single reactant breaks down into simpler products or to give simpler products. when a single reactant breaks down to give simpler products more than 2, which may be 3 or 4. It depends the chemical reaction, or it depends the structure of the reactant. So it is an endothermic chemical reaction. Endothermic chemical reaction means it is the opposite of exothermic chemical reaction. നമ്മൾ exothermic chemical reactionൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ലൈം സ്റ്റോൺ എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ റിയാക്ഷൻ നടക്കുക. ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇത് ഡീകമ്പോസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പം ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, അതേപോലെ എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം എന്താണെന്ന് അറിയോ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ചോദിച്ചാലും എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കെമിക്കൽ റിയാക്ഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് ഇവോൾവ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ ഹിയറിംഗ് മീ.